കണ്ണീർ, സിഹർ, അതുപോലെ തന്നെ മറ്റു പ്രയാസങ്ങൾ, ഒരു വീട്ടിൽ ഒരു ബർക്കത്തില്ലായ്മ, അതുപോലെ തന്നെ ശൈത്താൻ്റെ ഷെറ്. പ്രിയപ്പെട്ടവരെ, ഇതേതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു അവസ്ഥയിലാണോ നിങ്ങളുള്ളത് എങ്കിൽ മഹാന്മാർ നിങ്ങൾക്കൊരു മരുന്ന് പഠിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ യാസീൻ സൂറത്ത് 11 ദിവസം 3 തവണ ഓതിയാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി ഇബാദില്ലാഹി സ്വാലിഹീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ അവസാന നാളുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, ഇനി നമുക്ക് 2-3 ദിനങ്ങൾ മാത്രമേ മുഹറം മാസത്തിൽ അവശേഷിക്കുന്നുള്ളൂ. അൽഹംദുലില്ലാഹ്, തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിഹ്റാജിൻ്റെ രാവിൽ ആകാശാരോഹണ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത്, നമസ്കാരം സമ്മാനമായി നൽകിയപ്പോൾ തന്നെ മറ്റുള്ള പ്രവാചകന്മാർക്കെല്ലാം നൽകാത്ത മറ്റൊരു സവിശേഷതയാണ് വിശുദ്ധ ഖുർആൻ എന്നത്. തീർച്ചയായിട്ടും റമളാനിലെ 27-ാം രാവ് ലൈലത്തുൽ ഖദറിന്റെ ആ സമയത്ത് പരിശുദ്ധ ഖുർആൻ അവതരിച്ച ആ ഒരു സുന്ദരമായ നിമിഷം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമ്മുടെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകിയ ആ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിലെ ഒരു വിശേഷപ്പെട്ട സൂറത്ത്, ആ സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയുന്ന, എല്ലാവർക്കും സുപരിചിതമായ പരിശുദ്ധ ഖുർആനിൻ്റെ ഖൽബുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരിശുദ്ധമായ യാസീൻ സൂറത്തിൻ്റെ 13 മഹത്വങ്ങൾ, 13 സവിശേഷതകൾ, 13 വിശേഷണങ്ങൾ, 13 പ്രത്യേകതകൾ, 13 മഹത്വങ്ങൾ, അതാണ് ഇന്ന് നമ്മുടെ മറ്റുള്ള നേട്ടങ്ങളും, അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, പരിശുദ്ധമായ വിശുദ്ധ ഖുർആനിലെ യാസീൻ സൂറത്ത് എന്ന് പറയുന്നത് ഖുർആന്റെ ഖൽബാണ് എന്നത് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനാൽ തന്നെ പരിശുദ്ധ യാസീൻ സൂറത്ത് അതിൻ്റെ മഹത്വം, അതിൻ്റെ പ്രത്യേകതകൾ 13-ൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഒരുപാട് സവിശേഷതകളും ഒരുപാട് വിശേഷണങ്ങളും ഒരുപാട് മഹത്വങ്ങളും യാസീൻ സൂറത്തിനുണ്ട്. എങ്കിലും നമുക്ക് ഇവിടെ ഒരു 13 മഹത്വങ്ങൾ, സവിശേഷതകൾ, പ്രത്യേകതകൾ നമുക്കിവിടെ ചർച്ച ചെയ്യാം. ഇമാം സ്വാവി റളിയല്ലാഹു അൻഹു അവരുടെ ആശയിൽ കൊണ്ടുവരുന്ന ഒന്നാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആൻ യാസീൻ സൂറത്ത് ഓതുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മഖ്റജ് അനുസരിച്ച്, തജ്വീദ് അനുസരിച്ച് സുന്ദരമായ രീതിയിൽ പാരായണം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അതിൻ്റെ പിറകിൽ കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമുക്ക് ക്ലാസ് പറയുകയാണെങ്കിൽ മറ്റൊരു ക്ലാസ് തന്നെ ആവശ്യമായി വരും. എങ്കിൽ പോലും പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതുന്ന വ്യക്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന 13 നേട്ടങ്ങൾ, 13 മഹത്വങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി നമുക്ക് പറയാനുള്ളത്, പരിശുദ്ധ യാസീൻ സൂറത്ത് ആരാണ് ഓതുന്നത്, അവർ സുബഹിയുടെ സമയത്താണ് ഓതുന്നതെങ്കിൽ രാത്രി വരെ, സുബഹി മുതൽ രാത്രി വരെ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക കാവലും അതുപോലെ തന്നെ സന്തോഷ വാർത്തയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അറിയിച്ചു നൽകുമെന്നതാണ്. അതുപോലെ തന്നെ രാത്രിയാണ്, മഗ്‌രിബിന് ശേഷമാണ് പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതുന്നെങ്കിൽ സുബഹി വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുമെന്നതാണ്. സന്തോഷ വാർത്ത എന്നതെന്താ? നല്ല കാര്യങ്ങൾ കേൾക്കുക, നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓതുമ്പോൾ നമ്മൾ വെറുതെ ഓതിയാൽ പോരാ, നിയ്യത്ത് മർമ്മപ്രധാനമാണ്. തീർച്ചയായിട്ടും പരിശുദ്ധ ഖുർആൻ
മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പകർന്നു നൽകിയ ഖൽബുൽ ഖുർആൻ, ഖുർആന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതുമ്പോൾ അള്ളാഹുവെ എൻ്റെ ഇന്ന ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരിശുദ്ധ ഖുർആൻ ഓതുന്നത്, പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതുന്നു എന്നുള്ള ആ ഒരു മനസ്സിൽ ആ ഒരു നിയ്യത്തുണ്ടാവണം. എങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും അതിന് ഫലം കാണുകയുള്ളൂ. അതിനാൽ നമുക്ക് എന്ത് നിയ്യത്താണോ, അള്ളാഹു എൻ്റെ കടങ്ങൾ വീട്ടിക്കിട്ടാനാണ് ഞാൻ ഈ പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതുന്നത്, അള്ളാഹുവെ എൻ്റെ ഇന്ന അസുഖം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓതുന്നത്, അള്ളാഹുവെ എൻ്റെ കല്യാണം പെട്ടെന്ന് ശരിയാവാൻ വേണ്ടിയിട്ടാണ് ഈ യാസീൻ സൂറത്ത് ഓതുന്നത്. അങ്ങനെ എന്ത് ആവശ്യമാണോ നമ്മുടെ മുന്നിലുള്ളത് അത് മുന്നിൽ വെച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയോട് നമ്മൾ നമ്മുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പരിശുദ്ധ യാസീൻ സൂറത്തിൻ്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആവശ്യങ്ങൾ നിറവേറ്റി തരുമെന്നതാണ് പരിശുദ്ധ യാസീൻ സൂറത്തിൻ്റെ മറ്റൊരു സവിശേഷത. സോവിയർ റളിയല്ലാഹു അൻഹു അവരുടെ ആശയിൽ കൊണ്ടുവരുന്ന രണ്ടാമത്തെ കാര്യം, മരണം ആസന്നനായൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണസമയത്ത്, തീർച്ചയായിട്ടും മരണസമയത്ത് നമ്മൾക്ക് പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ടാവും. തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കേണ്ടത് എത്രയെത്രയോ മഹാന്മാർ യാസീൻ സൂറത്ത് ഓതി, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് എത്രയോ മഹത്തുക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും മരണം ആസന്നനായ ഒരു വ്യക്തി ഈ പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതിക്കൊണ്ടാണ് അവൻ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടുന്നതെങ്കിൽ അൽഹംദുലില്ലാ തീർച്ചയായിട്ടും അവൻ സ്വർഗത്തെ കാക്കുന്ന റിൽവാൻ എന്ന മലക്കിനെ കണ്ടിട്ടല്ലാതെ മരണപ്പെടുകയില്ല എന്നതാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനാൽ സ്വർഗത്തിന്റെ ഉന്നത പദവി അത് അവൻ കണ്ടിട്ടല്ലാതെ മരണപ്പെടുകയില്ല എന്നതാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമതായി പറയാനുള്ളത്, മരണം ആസന്നനായ ഒരു വ്യക്തിയുടെ അടുക്കൽ തീർച്ചയായിട്ടും അവരുടെ കുടുംബ മിത്രാദികൾ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സുകൾ അവരുടെ അടുക്കൽ വെച്ച് പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ ഓതിയ ആൾക്കും അതുപോലെ തന്നെ ഈ യാസീൻ സൂറത്ത് ഈ മരണം ആസന്നനായ വ്യക്തി ശ്രവിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അവൻക്കും അല്ലാഹു സുബ്ഹാനഹു തആല പ്രതിഫലം നൽകുമെന്നതാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് മരണം ആസന്നനായ ഒരു വ്യക്തിയുടെ അരികിൽ വെച്ച് മറ്റുള്ള വ്യക്തികൾ പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധമായ ഭക്ഷണപാനീയങ്ങൾ അവന് കുടിപ്പിക്കുകയും അതുപോലെ തന്നെ സ്വർഗീയ പുതപ്പുകൾ അവനെ പുതപ്പിക്കുകയും ചെയ്യുമെന്നാണ് പരിശുദ്ധ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ വരച്ചു കാട്ടുന്നത്. അതിനാൽ തന്നെ മരണം ആസന്നനായ ഒരു വ്യക്തിയുടെ അരികിൽ വെച്ച് തീർച്ചയായിട്ടും നമ്മൾ പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതുമ്പോൾ അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ നമ്മൾ യാസീൻ സൂറത്ത് ഓതുമ്പോൾ എടുത്തു പാരായണം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന് ഈ ഒരു സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു തആല നൽകുക തന്നെ ചെയ്യും. നാലാമത് നമുക്ക് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടാനുണ്ട്, ഒരു മുറാദുണ്ട്, ഒരു ഹാജത്തുണ്ട് എങ്കിൽ പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതണമെന്നാണ്. നമുക്ക് ഒരു ഇന്ന ആവശ്യം അത് നടത്തി കിട്ടണമെന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഏത് ആവശ്യമാണ്, നമുക്ക് നമ്മുടെ വീട് പണി പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം, അതിന് ഞാൻ പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതുന്നു എന്ന നിയത്ത് വെച്ചുകൊണ്ട് നമുക്ക് പാരായണം ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കടങ്ങൾ മാറിക്കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ വിവാഹം ശരിയായി കിട്ടണം. സഹോദരിമാരാണെങ്കിലെല്ലാം വിവാഹം ശരിയാവാത്ത ഒട്ടനവധി സഹോദരികളുണ്ട്. അപ്പം തീർച്ചയായിട്ടും അവരെല്ലാം എൻ്റെ വിവാഹം ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതുന്നു എന്ന നിയത്തോടു കൂടി ഓതിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അവരുടെ കല്യാണം അല്ലാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് ശരിയാക്കി കൊടുക്കും. അങ്ങനെ നമ്മൾ എന്ത് ആവശ്യമാണോ, നമ്മുടെ എന്ത് മുറാദാണോ ആ ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഈ പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അവൻ്റെ എന്ത് ആവശ്യമാണോ അത് അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി കൊടുക്കും എന്നതാണ്.
അഞ്ചാമതായി നമുക്ക് പറയാനുള്ളത് പരിശുദ്ധ യാസീൻ സൂറത്ത് ആരാണ് ഓതുന്നത് അവന്റെ വൻദോഷങ്ങളും ചെറുദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമെന്നതാണ്. തീർച്ചയായിട്ടും അവൻ പകലിലാണ് ഓതുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ പകൽ സമയത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കഴിഞ്ഞു പോയ എല്ലാ വൻദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകും. രാത്രിയിലാണോ അവൻ ഓതുന്നതെങ്കിൽ ആ രാത്രി ആ നിമിഷം തന്നെ ഓതുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ വർഷത്തെ അവൻ്റെ എല്ലാ വൻദോഷങ്ങളും ചെറുദോഷങ്ങളും രഹസ്യമായിട്ടും പരസ്യമായിട്ടും അവൻ എങ്ങനെയൊക്കെ ഏതൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല രഹസ്യമായതാണെങ്കിലും പരസ്യമായതാണെങ്കിലും എല്ലാ വൻദോഷങ്ങളും ചെറുദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമെന്നതാണ് പരിശുദ്ധ യാസീൻ സൂറത്തിന്റെ മറ്റൊരു സവിശേഷത. ഒരു നിയ്യത്ത് വേണം. റഹ്മാനെ അല്ലാഹുവേ എൻ്റെ എല്ലാ പാപങ്ങളും നീ പുറത്തു നൽകണേ എന്നുള്ള ആ ഒരു നിയ്യത്തോട് കൂടിയാണ് പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതുന്നതെങ്കിൽ അൽഹംദുലില്ലാ അവൻ്റെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുക തന്നെ ചെയ്യും. നമുക്ക് പറയാനുള്ളത് പരിശുദ്ധ യാസീൻ സൂറത്ത് നമ്മൾ മരണപ്പെട്ടു പോയവരുടെ മഖബറയുടെ സമീപത്ത് വെച്ച് ഓതിയാൽ അൽഹംദുലില്ലാ നമ്മൾ ആരുടെ പേരിലാണ് ഓതിയത് അവരുടെ ഖബറിലേക്കും അതുപോലത്തെ അവിടെ ചുറ്റുപാടുള്ള ഖബർസ്ഥാനിലുള്ള ഖബറാളികളുടെ എല്ലാം ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശിക്ഷ കഠിനമായ ആ ശിക്ഷയിൽ നിന്ന് ലഘൂകരിക്കും. ആ ശിക്ഷ ലഘൂകരിക്കും എന്നതാണ് പരിശുദ്ധ യാസീൻ സൂറത്തിന്റെ മറ്റൊരു സവിശേഷത. അപ്പോൾ തീർച്ചയായിട്ടും ഈ പരിശുദ്ധ യാസീൻ സൂറത്ത് നമ്മൾ ആരുടെ പേരിലാണോ ഓതുന്നത് അവർക്കും അതുപോലെ തന്നെ അവരുടെ സമീപത്തുള്ള ഖബറാളികളുടെ എല്ലാം ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിന്റെ ഭയങ്കരമായ ആ ശിക്ഷ അതിൽ നിന്ന് ആ ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലഘൂകരിക്കും എന്നതാണ് മറ്റൊരു സവിശേഷത. എട്ടാമതായി നമുക്ക് പറയാനുള്ളത് അവരുടെ അദാബിന്റെ ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കും. അതുപോലെ തന്നെ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാനുള്ള അതിന്റെ കാരണം ഇവൻ പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതിന്റെ ഒരൊറ്റ കാലം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും ആ ഓതിയ ആളുകൾക്കും അതുപോലെ തന്നെ അതിന്റെ സമീപത്തുള്ള ആളുകൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത്. അല്ല ഈ ഓതിയ ആൾക്കും അതുപോലെ തന്നെ അവിടെ കുടുംബ മിത്രാദികൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു കൊടുക്കും എന്നതാണ്. എട്ടാമത്തേത് കണ്ണേറ്, അതുപോലെ തന്നെ കണ്ണേറ്, സിഹർ, അതുപോലെ തന്നെ മറ്റു തടസ്സങ്ങൾ ഇതിനെല്ലാം രക്ഷ നേടിക്കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഇതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രക്ഷ നൽകുന്നതാണ്. മൂന്ന് ദിവസം 11 തവണ പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഈ വിപത്തുകളിൽ നിന്നെല്ലാം കണ്ണേറിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ സിഹറിൽ നിന്നാണെങ്കിലും മറ്റുള്ള മാറാവ്യാധ രോഗങ്ങളിൽ നിന്നാണെങ്കിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാവൽ ലഭിക്കുമെന്നതാണ്. പരിശുദ്ധ യാസീൻ സൂറത്ത് എന്ന് പറയുന്നത് അതായത് ദാഹിക്കുന്നവന്റെ ദാഹമാണ്, വിശക്കുന്നവന്റെ വിശപ്പാണ്, ഇല്ലാത്തവന്റെ പാർപ്പിടമാണ് പരിശുദ്ധ യാസീൻ സൂറത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ പറയാൻ കാരണം തീർച്ചയായിട്ടും റിസ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകുമെന്നാണ്. പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതുന്നതിലൂടെ അവന്റെ ഉപജീവന മാർഗത്തിൽ അവന്റെ റിസ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകും. റിസ്കിൽ പെടുന്നതാണ് നമ്മുടെ പാർപ്പിടം, അതുപോലെ തന്നെ വസ്ത്രം, ഭക്ഷണം, ഇതെല്ലാം റിസ്കിൽ ഉൾപ്പെടുന്നതാണ്. അതിനാൽ തന്നെ നമ്മളെ റിസ്ക് വിശാലതമാകാൻ വേണ്ടിയിട്ട് പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് വിശാലതമാക്കും എന്നതാണ് പരിശുദ്ധ യാസീൻ സൂറത്തിന്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ 11ാമത്തെ പ്രത്യേകത ദൈന് കടങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ രക്ഷപ്പെടുത്തുമെന്നാണ്. പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതി അല്ലാഹുവേ എൻ്റെ ഇന്ന കടങ്ങൾ നീ വീട്ടിൽ തരണം എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി ഓതിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അവന്റെ കടങ്ങൾ വീട്ടപ്പെടും എന്നതാണ് പരിശുദ്ധ യാസീൻ സൂറത്തിന്റെ മറ്റൊരു പ്രത്യേകത. 12ാമത്തെ പ്രത്യേകത പരിശുദ്ധ യാസീൻ സൂറത്ത് അൽഹംദുലില്ലാ 12ാമത്തെ പ്രതിഫലം വലിയ പ്രതിഫലമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ തന്നെ കാണാം, പരിശുദ്ധ യാസീൻ സൂറത്ത് ഒരാൾ സന്തോഷത്തോടു കൂടി ആത്മനിവൃത്തിയോടു കൂടി പരിശുദ്ധ യാസീൻ സൂറത്ത് ഒരു തവണ പാരായണം ചെയ്താൽ അൽഹംദുലില്ലാ പരിശുദ്ധ യാസീൻ സൂറത്ത് 10 തവണ ഖത്തം തീർത്തതിന്റെ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് ഓഫറായിട്ട് നൽകുന്നത്. അതിനാൽ തന്നെ ഒളുവെടുത്ത് നല്ല ശുദ്ധിയോട് കൂടി
നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി തജ്വീദോടു കൂടി പാരായണം ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് ഒരു തവണ അവൻ പാരായണം ചെയ്താൽ 10 തവണ ഖത്തം തീർത്തതിന്റെ അതുപോലത്തെ ഒരു പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്നാണ് ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുപോലെ അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാവരും പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാവരും പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതുന്ന വ്യക്തികളാകണം. എല്ലാ ദിവസവും പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതുന്ന ഒരു വീടാക്കി ഭവനമാക്കിയിട്ട് നമ്മുടെ വീടിനെ നമ്മൾ മാറ്റാൻ വേണ്ടി തയ്യാറാവണം. 13-ാമതായി നമുക്ക് പറയാനുള്ളത് അൽഹംദുലില്ലാഹ് പരിശുദ്ധ യാസീൻ സൂറത്ത് എന്തിനാണ് ഓതുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. സംസം വെള്ളം നമ്മൾ എന്തിനാണ് കുടിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ എന്താണ് നമ്മുടെ ആവശ്യം, എന്ത് ആവശ്യകതയാണോ ഇതിലെല്ലാം ഉൾപ്പെടും. ഈ 13-ാമത്തെ കാര്യത്തിൽ എല്ലാം ഉൾപ്പെടും. നമ്മുടെ ആവശ്യം എന്താണോ അത് മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവെ എൻ്റെ ഇന്ന ആവശ്യം നിറവേറ്റി തരണം, എൻ്റെ വിവാഹാലോചന നീ പെട്ടെന്ന് റെഡിയാക്കി തരണം, എൻ്റെ കടങ്ങൾ നീ വീട്ടിൽ തരണം, പെട്ടെന്ന് വീട്ടിൽ തരണം, എൻ്റെ വീട് പണി പെട്ടെന്ന് പൂർത്തിയാക്കി തരണം എന്ന ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിമിഷം തന്നെ അവൻ്റെ ഉദ്ദേശങ്ങൾ സഫലീകരിച്ചു കൊടുക്കും. അവൻ്റെ ആഗ്രഹം എന്താണോ അത് നിറവേറ്റി കൊടുക്കുമെന്നതാണ് പരിശുദ്ധ യാസീൻ സൂറത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അതിനാൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ തന്നെ കാണാം, എൻ്റെ ഉമ്മത്തുള്ള ആളുകളെല്ലാം പരിശുദ്ധ യാസീൻ സൂറത്ത് മനഃപ്പാടമാക്കിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോയിരുന്നു എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ തന്നെ കാണാം. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ പ്രവാചകൻ ആദരവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു ആഗ്രഹിച്ച ആ ഒരു താല്പര്യപ്പെട്ട ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നിറവേറ്റാൻ വേണ്ടി തയ്യാറാവണം. അതിനാൽ തന്നെ ഇൻഷാ അല്ലാഹ് സുബഹിൻ്റെ സമയത്താണെങ്കിൽ അങ്ങനെ ഒഴിവ് കിട്ടുന്ന ആളുകൾ അങ്ങനെ, അല്ലെങ്കിൽ മഗ്‌രിബിൻ്റെ സമയത്ത് എന്തായാലും നമ്മുടെ സഹോദരിമാർക്കാണെങ്കിലും അതുപോലെ തന്നെ സഹോദരന്മാർക്കാണെങ്കിലും എല്ലാം ഒഴിവുണ്ടാവും. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ആ ഒഴിവിൻ്റെ സമയത്തനുസരിച്ച് പരിശുദ്ധ യാസീൻ സൂറത്ത് നമ്മൾ മഗ്‌രിബ് ഇശാഇൻ്റെ ഇടയിൽ എല്ലാ ദിവസവും നമ്മൾ നിത്യമാക്കാൻ വേണ്ടി തയ്യാറാവുക. അൽഹംദുലില്ലാഹ് ഈ 13 നേട്ടങ്ങളും നമുക്ക് സ്വായത്തമാക്കാനും കരസ്ഥമാക്കാനും തീർച്ചയായിട്ടും പരിശുദ്ധ യാസീൻ സൂറത്ത് എന്ന് നമ്മൾ മുറുകെ പിടിച്ചെങ്കിലേ നമുക്ക് അത് സാധ്യമാവുകയുള്ളൂ. അതിനാൽ തന്നെ തീർച്ചയായിട്ടും പരിശുദ്ധ യാസീൻ സൂറത്ത് കൊണ്ട് വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപികളായ നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ യാസീൻ സൂറത്തിൻ്റെ ഹഖ്ഖജാവ് ബർക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി അനുഗ്രഹിച്ചു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ, അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ, ഉറ്റവർ ഉടയവർ, ഇവരുടെ എല്ലാം ബർസഖിയായ ജീവിതം പരിശുദ്ധ യാസീൻ സൂറത്തിന്റെ ബർക്കത്തുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ദരമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ യാസീൻ സൂറത്തിന്റെ 13 സവിശേഷതകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത്. എല്ലാവരും മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ എനിക്കും കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ദുആയിൽ ഒരു ഇടം കണ്ടെത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഇസ്ലാമിക് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ ഇൻഷാ അല്ലാഹ് വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.